കൂട്ടുകാരെ, ഇന്നൊരു കഥ കേട്ടാലോ? അന്ന് സ്കൂൾ തുറന്ന ദിവസം 4ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ വിഷ്ണുവിന് വലിയ സന്തോഷമായിരുന്നു. പുതിയ കൂട്ടുകാരും പുതിയ ടീച്ചറും. എന്നാൽ ക്ലാസ് റൂമിൽ കയറിയതും അവന്റെ സന്തോഷം കെട്ടുപോയി. ബെഞ്ചുകളെല്ലാം പഴയതുപോലെ, നിറം മങ്ങി, പലതിന്റെയും ഇരിപ്പിടം ഇളകി തൂങ്ങിയിരിക്കുന്നു. വിഷ്ണു, നീ അങ്ങോട്ട് മാറിയിരിക്ക്, ക്ലാസ് ടീച്ചർ പറഞ്ഞു. അവൻ പഴയ ബെഞ്ചിൽ ചെന്നിരുന്നു. അതിന്റെ കാലുകൾ ആടിയിരുന്നു. ഇരിക്കുമ്പോൾ ഒരു കിരുകിരു ശബ്ദം. അവന്റെ തൊട്ടടുത്തിരുന്നത് അച്ചു ആയിരുന്നു. അച്ചു ആദ്യമായിട്ടാണ് ആ സ്കൂളിൽ വരുന്നത്. അവനൊരു നാട്ടിൻപുറത്തുകാരന്റെ ലാളിത്യമുണ്ടായിരുന്നു. ബെഞ്ചിന്റെ ശബ്ദം കാരണം വിഷ്ണുവിന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവൻ അച്ചുവിനോട് പതിഞ്ഞ സ്വലത്തിൽ പറഞ്ഞു, "ഈ ബെഞ്ച് തീരെ ശരിയല്ല, അല്ലേ?" അച്ചു അവനെ നോക്കി ചിരിച്ചു. "അതെന്താ ശരിയല്ലാത്തത്? ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ." "ഇത് പഴയ ബെഞ്ചാണ്, നല്ല ശബ്ദമാണ്, ടീച്ചർ വഴക്കു പറയും," വിഷ്ണു പരാതിപ്പെട്ടു. അച്ചു ബെഞ്ചിൽ പതിയെ തട്ടിനോക്കി. "പഴയ ബെഞ്ചാണെങ്കിലെന്താ? ഇതെത്രയോ കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ച ബെഞ്ചായിരിക്കും. ഇതിനെത്ര കഥകൾ പറയാനുണ്ടാകും, അല്ലേ?" വിഷ്ണുവിന് അതൊരു പുതിയ ചിന്തയായിരുന്നു. അവൻ ബെഞ്ചിലേക്ക് നോക്കി. "അങ്ങനെയാണെങ്കിൽ ഈ ബെഞ്ചിന് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ കഥയും പറയാനുണ്ടാകും," അച്ചു ചിരിയോടെ പറഞ്ഞു. ആ വാക്കുകൾ വിഷ്ണുവിന്റെ മനസ്സിൽ ഒരു പ്രകാശമായി. പഴയ ബെഞ്ചിലെ ആ കിരുകിരു ശബ്ദം അപ്പോൾ അവനൊരു സംഗീതം പോലെ തോന്നി. അവർ രണ്ടുപേരും ചിരിച്ചു. ആ പഴയ ബെഞ്ചിലിരുന്ന് അവരുടെ പുതിയ സൗഹൃദം തുടങ്ങി.